ഈ സെയിൽസ് പറയുമ്പോൾ നമ്മൾ 3 തരത്തിലുള്ള കസ്റ്റമറായിട്ടാണ് നമ്മൾ പൊതുവെ തലതിരിക്കുക. ഒന്ന് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ചെറിയ ചെറിയ ബിസിനസ് തരും, വലിയ ബിസിനസ് തരില്ല, പക്ഷേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പോകുന്ന സംഗതികൾ ഇവർ തരും. ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ഫേവറേറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ലെവൽ മെച്ചപ്പെടുത്താനുള്ള പൈസ തരും, പക്ഷേ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഡ്രീം കസ്റ്റമർ എന്നാണ്. ആരാന്ന് നിങ്ങൾക്കറിയാം, അവരെപ്പോൾ കച്ചവടം തരുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സാധനം വന്ന് വിടുമ്പോഴാണ് നമ്മുടെ ഹ്യൂജ് ഡ്രീംസ് ഫുൾഫിൽ ആവും. പക്ഷേ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ ഡ്രീം കസ്റ്റമറിന് ആവശ്യമില്ല. ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ കസ്റ്റമറും ഫേവറേറ്റ് കസ്റ്റമേഴ്സേ വേണ്ടു. ഇവരുണ്ടെങ്കിൽ തന്നെ നമ്മൾ എവറി ഇയർ 20%, 25% നോർമലി ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രീം കസ്റ്റമർ ലിസ്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവണമെന്ന് വളരെ നിർബന്ധമാണ്. ഇവരുമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. എന്നാലും മാത്രമേ ഈ ഡ്രീം നമുക്ക് കിട്ടും. ആ ഡ്രീം വന്നാൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ നടക്കും.